നീ കൊള്ളാം, നല്ല പുള്ളി കളിയാ കേട്ടോ. നീ എന്തൊരു കല്യാണത്തിന് ഫോട്ടോ എടുക്കാതെ അങ്ങ് പോയത്? ഞാൻ സദ്യ കഴിഞ്ഞപ്പോ പോയി, പിന്നെ ഒരു അത്യാവശ്യം ഉണ്ട്, അതാ നിൽക്കാൻ. പിന്നെ എന്തായി കാര്യങ്ങളൊക്കെ? ആദ്യരാത്രിയല്ലേ? എന്തോ ആവാനാ, അവളത്തെ ഒരു റൂമിലോട്ട് വന്നില്ല, ഞാൻ അവളെ വെയിറ്റ് ചെയ്തിരിക്കുക. ആദ്യരാത്രിയാണ്ട് മുല്ലപ്പൂ ഒക്കെ കാണുമായിരിക്കുമല്ലേ? പിന്നെ മുല്ലപ്പൂ ഒന്ന് പോയടാ അവിടുന്ന്. അതാ ബെഡ്ഷീറ്റും ഉണ്ട്, ഒരു തലയാണുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ മുല്ലപ്പൂ ഒന്നും വിടാന്ന് വയ്യ. ഇതൊക്കെ പഴയ പരിപാടിയിലിടണം. അത് മാത്രമല്ല അച്ഛനും അവരെല്ലാം ഉണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ചമ്മല. കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ശരിടാ എന്നാ. ശരിടാ. എടാ വിളിക്കാം. കഥ അടയ്ക്കേ. അതെന്തിനാ അടയ്ക്കുന്നേ? അച്ഛനും അമ്മയൊക്കെ വെളിയിലില്ലേ, കഥ അടയ്ക്കേ. അവര് വെളിയിരുന്ന എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞുതരാം, കഥ അടയ്ക്കേ. കുറ്റിയിട്. എന്തിനാ കുറ്റിയിടുന്നേ? ഈ വീട്ടിലുള്ളവരെല്ലാം കള്ളന്മാരാ? ഇങ്ങോട്ടൊന്ന് വരുന്നേ. അല്ല, വെറും കൈയോടാണോ വന്നേ? പാലില്ലേ? പാലോ? അതെന്തിനാ? എടോ, നമ്മുടെ ആദ്യരാത്രിയല്ലേ ഇന്ന്. ആദ്യരാത്രിയോ? അതെന്താ? ആദ്യരാത്രി എന്തുവെന്ന് അറിയത്തില്ലേ? എനിക്ക് മുമ്പും രാത്രികൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ചേട്ടനുണ്ടായിട്ടില്ലേ? ഇന്നാണോ ആദ്യമായിട്ട് സൂര്യൻ അസ്തമിച്ചേ? സിനിമയൊന്നും കണ്ടിട്ടില്ലേ? അതിനകത്ത് കണ്ടിട്ടില്ലയോ, ഭർത്താവിന് പാലും കൊണ്ടുവരുന്നു, ഭർത്താവിന് കൊടുക്കുന്നു, അതിൻ്റെ ബാക്കി ഭാര്യ കുടിക്കുന്നു, ഒരുമിച്ച് കിടക്കുന്നു. അതേത് സിനിമയാ? അതൊന്ന് പറയാമോ? ഒന്ന് എഴുതിയിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് കാണാമല്ലോ. ഈ രാത്രി ഇനി സിനിമ കാണാനോ? രസമായിരിക്കും. അല്ല, ഈ കൂട്ടുകാരികളൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ? ശാന്തിയാണോ? ശാന്തിയല്ല, നിങ്ങൾ ഈ കൂട്ടൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കുമ്പം നിങ്ങൾ ഈ ഞങ്ങൾ ബുക്സിൻ്റെ കാര്യവും സ്റ്റഡീസിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നത്. പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ, ബാക്കിയൊന്നും അറിയത്തില്ല. അല്ലാതെ ഈ കുടുംബം, കുട്ടികൾ, അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ. കുടുംബോ? അതെന്താ? അല്ല, ഈ കുട്ടികൾ. ആദ്യം എംബ്രിയോ ഫോം ചെയ്ത് പിന്നെ സൈഗോട്ടായിട്ട് മാറിയിട്ട് സ്റ്റേജ് വൈസ് ഓരോ ട്രൈമിസ്റ്ററായിട്ട് വരുമ്പോഴത്തേക്ക് അതിലൊരു ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയല്ലേ 9 months ആവുമ്പോൾ? അതെന്തിനാ? ഇരുട്ട്. അയ്യോ, എന്താ ഇത്ര ഇരുട്ട്? മോളെണീറ്റോ? ഇല്ല അമ്മേ. ഇതെന്താ ഈ പാത്രത്തില്? മോളെ, വെള്ളം തിളക്കുമ്പോൾ ഈ തേയിലൊന്നും ഇട്ടേക്കണേ, അമ്മ ഇപ്പം വരാം കേട്ടോ. വെള്ളം തിളയ്ക്കുമ്പോൾ എവിടാ തേയിലിടണ്ടേ? വേറെ പാത്രം വല്ലതും ഉണ്ടോ അമ്മേ? ഇവിടെ ഇട്ടാൽ മതിയോ? ഇങ്ങനെ മതിയോ? അയ്യോ, എൻ്റെ കുഞ്ഞെ, ചായക്ക് തേയിലപ്പൊടി ഇടാനാ പറഞ്ഞേ. പാല് ഒഴിക്കണ്ടായോ? പാൽ ആരൊഴിക്കും അമ്മേ? പാൽ എവിടുന്നാന്നോ മക്കളെ? ഇപ്പൊ ഒരു കൊമ്പൻ പശു ചാടി വരും, ഈ സ്റ്റവിന്റെ മണ്ടക്കോട്ട് അതൊക്കെ കയറി അങ്ങ് നിൽക്കും. അമ്മ അത് കറന്ന ചൂടോടെ പാൽ അങ്ങോട്ട് ഒഴിക്കും. ഒഴിക്കുന്ന ഉടനെ ഉണ്ടല്ലോ ചായയാവും. അപ്പൊ പാത്രം പോവില്ലേ? പാത്രം തട്ടിമറിക്കത്തില്ല. അത് അമ്മ എന്തോ എടുക്കുന്നു, അതിന്റെ ചന്തിക്ക് ഒരു അടി കൊടുക്കും. അടി കൊടുക്കുന്നുണ്ട്, അതോടെയാണ് പോകും. അത് കൊള്ളാം. അപ്പൊ അങ്ങനെയല്ലേ ചായ ഇടുന്നേ? ഈ കുഞ്ഞിന്റെ ഒരു കാര്യം. മക്കളെ, മക്കളുടെ വീട്ടിൽ ചായ ഇടുന്നത് ആരാ? അമ്മ. അപ്പൊ അതിന് പാലിനെങ്ങനാ? പാല് ശശിമാമൻ കൊണ്ടുവരും. ശശിമാമൻ കൊണ്ടുവരും. ശശിമാമൻ എന്തോത്തേലാ കൊണ്ടുവരുന്നേ? സൈക്കിളേല്. അത് സൈക്കിളിലാന്നല്ലോ ശശിമാമൻ പാല് കൊണ്ടുവരുന്നേ. അതെന്തോത്തിലാ ഒഴിച്ചു കൊണ്ടുവരുന്നേ? കുപ്പിക്കകത്ത്. അപ്പൊ ശശിമാമന് കുപ്പിപ്പാല് കൊടുത്തതാരാ? ശശിമാമന് കുപ്പിപ്പാല് കൊടുക്കുന്നത് ശശിമാമന്റെ അമ്മയായിരിക്കും. അത് പണ്ട്. ഇപ്പൊ ശശിമാമ കുപ്പിപ്പാല് കൊണ്ടുവരുന്നത് എങ്ങനെയാ? സൊസൈറ്റിന്ന്. സൊസൈറ്റിന്നാണല്ലോ. അപ്പൊ ഈ സൊസൈറ്റിയിൽ എങ്ങനെയാ പാല് വരുന്നേ? സൊസൈറ്റിയില് പശു.
അയ്യോ ആശ്വാസമായി. അതാ അമ്മ ഇത്രയും നേരം പറഞ്ഞത്. പശുവിൻ്റെ പാല് കറന്ന് കുപ്പിക്കകത്താക്കി ഒരാൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ചായ ഇടുന്നത്. ഇപ്പം മനസ്സിലായോ മോക്ക്? ഓ അപ്പം അങ്ങനെ ആ പാല് കിട്ടുന്നതല്ലേ, അതൊന്ന് എഴുതിയിടണം. അല്ല അപ്പം അമ്മയല്ലേ മുമ്പേ പറഞ്ഞേ പശു വന്ന് സ്റ്റൗവിൻ്റെ മണ്ടയിൽ കയറി കാലകത്ത് വെച്ചിട്ട് അതിങ്ങനെ കറന്ന് ചൂടോടെ ചായ ഉണ്ടാക്കുന്നേന്ന്? ഇനി കൊച്ചു കള്ളി, നിന്നെ കളിയാക്കാനല്ലോടി ഞാൻ പറഞ്ഞത്. അയ്യോ അതുപോലും അറിയത്തില്ലല്ലോ മോളെ നിനക്ക്. ഒരു മിടുക്കി പൊട്ടി പെണ്ണ് കൊള്ളാം. മോളൊരു കാര്യം ചെയ്, അമ്മ ചായ ഇട്ടുകൊണ്ട് വരാം, മക്കളവിടെ പോയിരുന്നു. അമ്മ എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും തന്നെ. ആ ചേച്ചി എഴുന്നേറ്റായിരുന്നോ? നിനക്ക് എന്തൊരു ചാട്ടമാടി ഈ നോക്കടി ഒരു പൊട്ടിക്കുഞ്ഞ് നിൽക്കുന്നത്. നീ അവളെ കണ്ടുപിടിക്കടി. നിഷ്കളങ്കമായ ഒരു കുഞ്ഞ്, അതിന് ചാട്ടമൊന്നുമില്ല. എന്ത് പടി ഇത്, ബുദ്ധിമതിയായ ഒരു പൊട്ടിക്കുഞ്ഞ്. മോൾ എവിടെ പോവാ? ചേച്ചി എനിക്ക് എക്സാം ഉണ്ട്, ഞാൻ കോളേജിൽ പോവാ. എന്തോ എക്സാം എന്തുവാ? ഷേക്സ്പിയർ. ഓ ഷേക്സ്പിയർ ആണോ? എല്ലാം പഠിച്ചോ? ഞാനെല്ലാം നോക്കിയിട്ടുണ്ട്. ഷേക്സ്പിയർ നമ്മൾ പഠിക്കുമ്പം ഷേക്സ്പിയറിനകത്തെ ട്രാജഡീസും കോമഡീസും ഹിസ്റ്ററീസും ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ഹിസ്റ്ററീസ് വിട്ട് കളയും, പക്ഷേ ഹിസ്റ്ററീസ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഹിസ്റ്ററീസാണ്. അന്നത്തെ പ്ലേസിലെ ഓരോ വരികളും നമ്മൾ പഠിച്ചു വെക്കണം. അത് മാത്രമല്ല ട്രാജഡീസിനകത്ത് സോളിലോക്കീസ് ഇമ്പോർട്ടൻസ് ആണ്. സോണറ്റ്സ് 18 1161 ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോണറ്റ്സ് നോക്കണം. അതെല്ലാം പഠിക്കണം. പിന്നെ ഷേക്സ്പിയറിന്റെ ട്രാജഡീസ് അത്ര ഒതല്ലോ ഉണ്ട്. ആ ഒതല്ലോയുടെ ആ ഒരു കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ക്രിട്ടിക്സ് അങ്ങനെ പറയുന്നത്, ക്രിട്ടിക്സിന്റെ ഓരോ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം മോളെ പോവാന്. ഒക്കെ പഠിക്കാറുള്ളതാണല്ലേ. നീ ഈ വർഷം പരീക്ഷ എഴുതണ്ട. ഇത്രയും പഠിച്ചിട്ട് നിനക്ക് ഈ വർഷം പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. പിന്നെ ഒതല്ലോ ഉണ്ട്. ഒതല്ലോ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാജഡി. അതിന് ഒരുപാട് അഡാപ്റ്റേഷൻ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒതല്ലോ ആയെന്ന്, ഒതല്ലോയെ എങ്ങനെ കണ്ടംപററി ലൈഫായിട്ട് നമുക്ക് ചിത്രീകരിക്കാമെന്നും കാര്യങ്ങൾ നോക്കണം. അത് ഞാൻ പഠിച്ചത്. എന്തോ ഒരു ബുദ്ധിയുള്ള ഒരു പൊട്ടിക്കുഞ്ഞ്. അച്ഛാ ഈ കിണറ്റിൽ ഭയങ്കര വെള്ളമാണല്ലോ അച്ഛാ. ഇവിടുത്തെ കിണർ നിറയെ വെള്ളമാണ് മക്കളെ, 130 തൊടിയാ. ഇവിടെ ഭയങ്കര പോസിറ്റിവിറ്റിയാ. ഇവിടെ മൊത്തം മരങ്ങളാണല്ലോ അച്ഛാ. എല്ലാ മരവും അച്ഛൻ വെച്ചതാ. എങ്ങനെയുണ്ട്? അച്ഛൻ വലിയൊരു ഫാർമർ തന്നെ. അച്ഛാ അതെന്ത് മരം അച്ഛാ? അതോ, അത് നെല്ലിയാ മക്കളെ. അത് അതിലെന്ത് ഫ്രൂട്ട് ഉണ്ടാവുന്നേ? അതില് നെല്ലിക്ക. ഓ നൈസ്. അതെന്ത് മരം അച്ഛാ? അത് പ്ലാവാ മക്കളെ. അത് ഓ നൈസ്. അതിലെന്ത് ഫ്രൂട്ട് അച്ഛാ ഉണ്ടാവുന്നേ? ചക്ക. ഓ ഇതെന്ത് മരം അച്ഛാ? അത് പുളി. അതിലെന്ത് ഫ്രൂട്ട് ഉണ്ടാവുന്നേ? അതില് പുളി. മരം തന്നെ മരത്തിൽ കിളിച്ചു വരുവാണോ? രണ്ടിന്റെ പേര് പുളി മക്കളെ. പുളിയിൽ പുളി, പുപ്പുളി. ഓ റെയർ. അച്ഛാ അതെന്താ അച്ഛാ? അത് റബ്ബർ. ഓക്കെ. അതിലെന്ത് ഫ്രൂട്ടാ ഉണ്ടാവുന്നേ? അതിൽ ഫ്രൂട്ട് അല്ല മക്കളെ, പാലുണ്ടാവും. പാലോ? നമ്മൾ ആ പാൽ ഉപയോഗിക്കുവോ? പിന്നെ ആ പാൽ ഉപയോഗിച്ചല്ലോ നമ്മൾ ജീവിക്കുന്നത്. അയ്യോ അപ്പൊ അമ്മ പറഞ്ഞത് അങ്ങനെയല്ല, പശുവിൽ നിന്ന് ആ പാലിട്ടുന്നേ, ആ പാലിട്ടാണ് ചായ കുടിക്കുന്നതെന്ന്. നമ്മൾ റബ്ബറും പാലിട്ടായിരുന്നു ചായ കുടിക്കുന്നേ. അത് കുടിക്കാനുള്ള പാല്, ഇത് നമ്മൾ ഷീറ്റ് അടിക്കാനുള്ള പാല്. അപ്പൊ നമ്മൾ പുതയ്ക്കുന്ന ഷീറ്റ് റബ്ബർ പാലിൽ നിന്നാണോ? അതൊക്കെ ആരാ പറഞ്ഞേ? നീ വന്നേ. എന്തുവാ ചേട്ടാ? നീ വാ. നീ ആവശ്യമായത് കൊച്ചിനോട് പറഞ്ഞു കൊടുത്തത് എന്തുവാ? റബ്ബറും പാലും വെച്ച ചായ ഉണ്ടാക്കുന്നതെന്ന്. അമ്മ എന്നോട് പറഞ്ഞില്ലായിരുന്നോ അവിടെ അടുക്കളയിൽ വെച്ച്? അയ്യോ ഞാൻ പശുവും പാലിന്റെ കാര്യമാ പറഞ്ഞേ. നീ ഇപ്പൊ പറഞ്ഞത് റബ്ബറും പാലും വെച്ച ഉണ്ടാക്കുന്ന എന്നെ അവിടെ ചൂണ്ടിക്കാണിക്കുക ചോദിച്ചതല്ലേ? എൻ്റെ പൊന്നു ചേട്ടാ, അത് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യമുണ്ട് പറയാൻ. എൻ്റെ നാക്കയിലെ വെള്ളം പറ്റിയതാ, എനിക്കിനി വയ്യ. മുളകത്തോട്ട് വയ്ക്കോ. എന്തൊരു സാധനം ഇത്? എന്നോട് ചോദിക്കുക അതെന്തുവാ, ഇതെന്തുവാ, അവിടെ ഫ്രൂട്ട് എന്തുവാ, ചക്ക എന്തുവാ? എൻ്റെ പൊന്നു ചേട്ടാ, അതൊരു പൊട്ടി കുഞ്ഞാ. എല്ലാ ലോകവിവരവും അവൾക്കുണ്ട്, പക്ഷെ ഒരു ശുദ്ധഗതിക്കാരിയാ. ഇതിപ്പോ ജനിച്ച് വീണതേ ഉള്ളോ? മരുഭൂമിയിലും കണ്ടായിരുന്നോ? അയ്യോ അങ്ങനൊന്നുമല്ല, അത് റാങ്കുകളുടെ. ഹോൾഡർ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, ബൾബില്ല, അകത്തൊന്നും ഇല്ല. ആര് പറഞ്ഞില്ലെന്ന്? ഇന്നലെ അവൾ അടുക്കള വെച്ച് നമ്മുടെ മോക്ക് കുറെ കാര്യവിവരങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന കേട്ടാലുണ്ടല്ലോ,
സത്യം പറയാൻ അവള് പേടിച്ചാ പരീക്ഷ എഴുതാൻ പോയത്. പേടിച്ചാന്നോ പോയത്? ആ അപ്പോൾ ഈ വട്ടം പൊട്ടും. നമ്മുടെ മോക്കേ ഇതൊരു താടിക്കാരനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അതാരായിരുന്നാ? യേശുദാസോ? അല്ല, അതുപോലുള്ള വേറെ ഒരാളുണ്ടല്ലോ. ആ മാർക്കോസ്. ആ മാർക്കോസ് പാട്ടുകാരനൊന്നുമല്ല, അതൊന്നുമല്ല. ചട്ടമ്പി സ്വാമി. ചട്ടമ്പി സാർ പോവേ. നാരായണത്ത് ഭ്രാന്തൻ. അടുത്തത് നാരായണത്ത് ഭ്രാന്തനോ? കല്ല് പൊക്കി താഴോട്ടിടുന്നേ. പിന്നെ ആര്? ആ എനിക്കിപ്പോ ഓർമ്മ വന്ന് ഷേക്സ്പിയർ. ആര്? ഷേക്സ്പിയർ. ഷേക്സ്പിയറോ? ആ ഷേക്സ്പിയറിന്റെ കഥ പറഞ്ഞു നിൽക്കാതെ പോയി ചായ ഇട്. റബ്ബറും പാല് വേണ്ട. അല്ല വേണ്ട, ഞാൻ ഇട്ട് കരഞ്ഞു വാ. അതെ, പിന്നെ മോളെ അച്ഛനോട് എപ്പോഴും എങ്ങനെ വീട്ടിൽ പിന്നെ ചോദിക്കുന്നത് ബുദ്ധിമുട്ടാകത്തില്ലയോ? അതുകൊണ്ട് ആരും അറിയത്തില്ലല്ലോ. നമ്മളിത് ആരോടും പറയല്ലേ. നിത്യകല്യാണി, എന്നെ വിളിച്ചോ? നീ എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ വല്ലതും എടുത്തോ? ഇല്ല. കൊച്ചു പറഞ്ഞല്ലോ എടുത്തെന്ന്. അവള് കണ്ടെന്ന് പറഞ്ഞല്ലോ. അത് വീട്ടിലവനെടുത്തതാ. കഴിഞ്ഞ മാസം 5000 രൂപ എടുത്ത് തന്നില്ലേ വീട്ടിലവന്? പിന്നെന്താ ഇപ്പൊ പൈസക്ക് ആവശ്യം? അയ്യോ, അത് ചിട്ടി പൈസ കൊടുക്കണമായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്നോട് ചോദിക്കാൻ എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് പോകല്ലോ, കേട്ടല്ലോ? ഇത് സ്ഥിരം പരിപാടിയായിരുന്നല്ലയോ? കൊച്ചു പറഞ്ഞപ്പോഴേക്ക് മനസ്സിലായത്. മേലാവർത്തിക്കല്ലോ, കേട്ടല്ലോ? എന്നാലും എൻ്റെ മോളെ നിന്നോട് പറഞ്ഞതില്ലേ ആരോടും പറയരുതെന്ന്. അപ്പം അച്ഛൻ ചാടിയ ചാട്ടം കണ്ടോ മോള്? എന്ത് പറയാനാമ്മേ, എനിക്ക് കള്ളത്തരങ്ങൾ കാണിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അതുമാത്രമല്ല, ആരെങ്കിലും കള്ളത്തരം പറയരുതേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു. ഞാനൊരു ശുദ്ധിയാമ്മേ, ഞാനൊരു പൊട്ടിപ്പെണ്ണ. എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല. എൻ്റെ ദൈവമേ, മനുഷ്യനെ പാരവെക്കുന്ന ഒരു പൊട്ടിപ്പൊണ്ണിനെ ആദ്യമായിട്ട് കാണുമോ ഞാൻ? ഈ പൈസ എന്തിനാ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കുന്നേ? പൈസ കേടാവില്ലേ? എങ്ങനെ കേടാവും? ഇത് പറന്നു പോകത്തില്ലേ കാറ്റടിച്ചില്ലെങ്കിൽ എല്ലാം കൂടെ? അതിന് വലിയ കാറ്റില്ലല്ലോ. അല്ലടി, റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചില്ലെങ്കിലേ നമ്മൾ പൈസ കൊണ്ട് വെളിയിലോട്ട് പോവല്ലേ. ഞാൻ എൻ്റെ ഒരു ബണ്ണ് എടുത്തുകൊണ്ട് വരട്ടെ, അതാകുമ്പോൾ കുഴപ്പം വരത്തില്ല. ഒന്നും മിണ്ടായിരുന്നു, ഇതോട്ട് വെച്ചേ. എത്ര ഉണ്ടോ? അച്ഛാ ഇതെല്ലാം കൂടെ 2,60,000 രൂപയുണ്ട്. കല്യാണത്തിന് റിസപ്ഷനോടെ കിട്ടിയത്. എല്ലാം നോക്കിയോ? ആ ഇത് നോക്ക്, ഒന്നുണ്ട്. അപ്പം മൊത്തത്തിൽ 360. 360 കരകത്തിൽ നിന്ന് കിട്ടിയതാ. ശരി, നമുക്കിതൊക്കെ ബാങ്കിലിട്ടാലോ? എടാ ആ, നിന്റെ അക്കൗണ്ട് ഇട്ടാൽ മതി. എൻ്റെ അക്കൗണ്ടില്ല. ഓ, പാസ്ബുക്ക് ഇട്ടിരിക്കോ? പാസ്ബുക്ക് കണ്ടേ ഇരിപ്പുണ്ട്. എന്നാ വാ, പോയിട്ടിരാം. മോളെ പോയിട്ടിരാം. എടാ പോയിട്ടിരാം കേട്ടോ. എന്തെങ്കിലും വേണോ? അല്ലച്ചാ, കോർപ്പറേറ്റ് ബാങ്ക് ഇപ്പോൾ പലിശ ഉണ്ടോ? എന്നാൽ പിന്നെ ഗ്രാമീൺ ബാങ്കിൽ ഇടാം, അത് നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടുമല്ലോ. ഓ അങ്ങനെ. അയ്യോ, ചാ ബ്രഹ്മാനന്ദം തമ്പി വരുന്നു. ഇതിപ്പോൾ എന്തോ ചെയ്യും? 4 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ് ഉടനെ കൊടുക്കാമെന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോൾ കൊടുത്ത തൽക്കാലം ഇല്ലെന്ന് പറ, വേറെ എന്തെങ്കിലും പറയാം. പൈസ മാറ്റി വെക്കാം. ആ അണ്ണാ, ഇതുകൊണ്ട് വിശേഷം? കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ, കല്യാണത്തിന് ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ഞാനിവിടെ ഇല്ലായിരുന്നു, ഉടുപ്പി വരെ പോയേക്കുമായിരുന്നു. ഞങ്ങളെന്തെങ്കിലും ചുമ്മാ ഇങ്ങനെ കാറ്റുകൊള്ളാൻ വേണ്ടി പുറത്തോട്ടിറങ്ങാൻ തുടങ്ങിയതായിരുന്നു. പൈസയുടെ കാര്യം എന്തായി? പൈസ ഒന്നും വിചാരിച്ച പോലെ പിരിഞ്ഞ് കിട്ടിയില്ല. കല്യാണം കഴിഞ്ഞ് തലയും തരാമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു, പക്ഷെ നമ്മുടെ കുടുംബക്കാരെക്കുറിച്ച് അറിയാമല്ലോ, എല്ലാം കഞ്ഞികളാണ്. ഓരോരുത്തർ 5ഉം 10ഉം വെച്ച് വന്നു കഴിഞ്ഞാൽ എന്തോ അവനാ? ആകെ കിട്ടിയത് 30,000 രൂപയാണ്. അതാണെങ്കിൽ 12,000 കൊണ്ടുപോവുകയും ചെയ്തു. ഒന്നും കിട്ടില്ല വിചാരിച്ച പോലെ. എന്തുവാ പ്രശ്നം? പിന്നെ നമ്മുടെ ഒരു മാമനാ, തമ്പി മാമൻ, എല്ലാവരും കാണാൻ വേണ്ടി വന്നതാ. ഇതാന്നോ പുതുപ്പെണ്ണ്? ഇതാന്നോ? ആ ഇതാ ഭാര്യ. ചുമ്മാ വന്നാണോ? ഇല്ല മോളെ, കുറച്ച് പൈസ തരാൻ ഉണ്ടായിരുന്നു. ആണോ? എത്ര രൂപയാ? 4 ലക്ഷം രൂപ. അയ്യോ, 4 ലക്ഷം രൂപയൊന്നും എടുക്കാനില്ല. ശരിയാണോ? പക്ഷെ 3,60,000 എടുക്കാനുണ്ട്. ആ പറഞ്ഞില്ലേ?
ആ പൈസയും കൊടുത്തരച്ചാ. പൈസ ഇല്ലല്ലോ നമ്മുടെ കയ്യില്. ഉണ്ടല്ലോ. പിരിഞ്ഞ് കിട്ടി ഒന്നും ഇല്ലല്ലോ മോളെ. പിന്നീട്ട് 3,60,000 ഇല്ലേ? എണ്ണ അറിയത്തില്ല, 350 രൂപയ്ക്ക് പോകാൻ. 350 നമ്മുടെ അകത്ത് വെച്ച് പെണ്ണിയല്ലേ. ഇപ്പൊ ബാങ്കിലിടാൻ പോവായിരുന്നു പൈസ. പോവാച്ചാ വേണ്ട, പൈസ ഉണ്ടല്ലോ. പൈസ അല്ലേ മടങ്ങി. മോളെ കാണിക്കല്ലേ, മൊത്തം എടുത്തോണ്ട് കൊടുക്കാനുള്ള 3,70,000 ഉണ്ടായിരുന്നു. ഇപ്പൊ ബാങ്ക് ഇടാൻ പോവാ. ആദ്യം കൊടുക്കാനുള്ള കടം തീർക്കണം, എന്നിട്ട് വേണം സേവിങ്സ് ഒക്കെ. എന്നാ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒന്നും ഇല്ലല്ലോ. മൊത്തം കൊടുത്തു. ഇപ്പം 40 എപ്പം തരും ബാക്കി? അത് അടുത്ത കെട്ടിന് തരാം. അല്ല, ഉടനെ തരാം. 1 മാസം കഴിഞ്ഞ് ഞാൻ വരും കേട്ടാ. നേരെ ഇങ്ങനെ തന്നെ പറയണം. പിന്നെ ഇവർക്കാർക്കും തോന്നാത്തൊരു കാര്യം മോഹമുണ്ട്, മനസ്സാക്ഷി എന്ന് പറയുന്നൊരു കാര്യം. എന്ത് ചെയ്യാനാ മാമ, ഞാനൊരു പ്യുവർ നിഷ്കളങ്കിയായിപ്പോയി. ആരെയും കളിപ്പിക്കാനോ ചതിക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല. ശരി മോളെ, പോട്ടെ അണ്ണാ. ചോരാണ്ട് ഉറപ്പ് മാറിയിട്ടില്ല കേട്ടോ. പിരിഞ്ഞ് കിട്ടിയതും പോയി, കയ്യിലിരുന്നതും പോയി. ഇപ്പം എന്തിനാ ബാങ്കിലോട്ട് പോകുന്നത്? മോളെ, ഇതിപ്പോൾ എത്ര നാളായി? 1.5 വർഷമായി ചേട്ടാ. എവിടാ പയ്യൻ്റെ വീട്? കോഴഞ്ചേരിയിലാണ് ചേട്ടാ. എൻ്റെ കോളേജിലെ സീനിയറാണ്. അവൻ്റെ ഫാമിലിയൊക്കെ അത്യാവശ്യം നല്ലതാണ്. എന്തായാലും ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോളെ, നിനക്കിനി കോഴ്സ് കഴിയാനേ 1.5 വർഷം കൂടെ ഉണ്ട്. ആദ്യമേ സ്വന്തമായിട്ട് പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ജോലി കണ്ടെത്തുക. അതിന് ശേഷം മതി ഇതൊക്കെ. ചേട്ടാ എന്നാലും ഒന്ന് ഉറപ്പിച്ച് വെക്കാനായിട്ട്. ചേട്ടൻ കാണും കൂടെ, ടെൻഷൻ അടിക്കണ്ട നീ. ഇപ്പം കല്യാണത്തെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, കേട്ടല്ലോ? അല്ല, അമ്മേനോടും കൂടെ ഒന്ന് സംസാരിച്ചിട്ട്. എടി, അമ്മയടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ കോളേജിൽ വിടത്തില്ല. നീ അത്രയ്ക്കും പൊട്ടിയാണോ? അതൊന്നും വേണ്ട, അമ്മയടുത്തൊക്കെ സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി, അല്ലേടി? ചേട്ടാ പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. എന്തോ? അവൻ ക്രിസ്ത്യാനിയാണ്. അത് കുഴപ്പമില്ല, ഈ കാലത്ത് ജാതിയും മതമൊന്നുമില്ല. ഇപ്പം നിനക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ക്രിസ്ത്യനോ മുസ്ലിമെന്നോ ഒന്നുമില്ല, കെട്ടുക എന്നുള്ളതേ ഉള്ളൂ. തൽക്കാലമേ ഇതിപ്പോൾ ആരും അറിയണ്ട, കേട്ടല്ലോ? ചെല്ലേ. താങ്ക്സ് ചേട്ടാ. അവൾക്ക് ശരിക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് അവൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. തൽക്കാലം ആരോടും പറയാൻ നിൽക്കണ്ട, പ്രത്യേകിച്ച് അമ്മ. അറിഞ്ഞാലേ ഉറഞ്ഞു തുള്ളു അവർ. മോളെ, 1 മണിക്കൂർ കൊണ്ട് എവിടെ എന്നെ പിടിച്ചിരുത്തിയിരിക്കുക. നിനക്ക് ഏതാണ്ട് പറയാനുണ്ടെന്ന് പറയുന്ന എന്തുവാ? അമ്മേ, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഒരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണത്തിന്, അമ്മ ഒരു കോഴിക്കുഞ്ഞിനെ വളർത്തുന്നു. ആ കുഞ്ഞിനെ പരുന്തൊന്ന് റാഞ്ചി എടുത്തുകൊണ്ട് പോവാതെ കൈ വളരുന്നു കാല് വളരുന്നു നോക്കി വളർത്തിയെടുത്ത് അതിനെ ഒരു വലിയ കോഴിയാക്കുന്നു. ആ കോഴിയെ നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വീട്ടുകാർ വന്ന് റാഞ്ചി എടുത്തുകൊണ്ട് പോയി പിന്നെ പറയുന്നു അത് അവരുടെ കോഴിയാണ്, ഞങ്ങൾ വളർത്തിക്കോളാമെന്ന്. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ അമ്മേ? തീർച്ചയായിട്ടും വിഷമമുണ്ടാകും, സഹിക്കാനൊക്കത്തില്ല. എന്നാ ഈ വീട്ടിലെ കോഴിയെ ഈ വീട്ടിലെ അമ്മയുടെ മോളെ അതുപോലെ റാഞ്ചി എടുക്കാൻ ഒരാൾ വരുക. അവൾക്ക് പ്രേമമുണ്ടമ്മേ. ചേട്ടനോട് പറയുന്നത് ഞാൻ കേട്ടതാ. ഞാൻ കേട്ടതാണോ എനിക്ക് തോന്നിയതാണോ എന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നിയത് ഞാനങ്ങ് പറഞ്ഞു. അമ്മയോട് എനിക്കൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ കോഴിയെ അമ്മയുടെ മോളെ സ്നേഹിക്കാതെ ഒരു ക്രിസ്ത്യാനിയാ. എന്റെ കർത്താവ്, കുന്റെ ഗുരുവായൂരപ്പാ. ആരാ മോളെ അവന്? ആരാ? അതവിടെ കോളേജിലെ ഷേക്സ്പിയറാണോ? മോൾ അവനെ പറ്റി അന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അവൾ അവനെ വളച്ചെടുക്കുമെന്ന്. ഇന്ന് അവളിഞ്ഞ് വരട്ടെ, ഇന്ന് അവിടെ അവസാനമായിന്ന് അന്നും തോന്നുന്നു. അമ്മ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. എന്താ എല്ലാരും ഇങ്ങനെ? ആർക്കും ഒരു ക്ഷമയില്ലല്ലോ. ഇന്ന് അവിടെ അവസാനമാ, നോക്കിക്കോ. ഇങ്ങനെ ആരാ? സാറെന്ത് ചെയ്യുന്നേരത്ത്? ബാങ്ക് അടച്ചിട്ട് ഒരേ ഈ സമയം താൻ എന്താ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത? സാർ ഇരിക്കുക. അച്ഛനല്ലേ ഇവിടെ? അച്ഛനുണ്ട്. അമ്മേ, അച്ഛൻ എന്തി? ആരാടാ? ആ, ഇവിടെ ഉണ്ടായിരുന്നോ?
വാ ഇരി. കൂട്ടുകാരനാ. ഇയാളെന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്കറിയത്തില്ല അച്ഛൻ. നീ ചോദിച്ചില്ലേ? അച്ഛൻ സംസാരിക്കാം. നിങ്ങൾ എന്തോ പറഞ്ഞാ ലോൺ എടുത്തത്? കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ തിരിച്ചടച്ചോളാന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എവിടെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല? സാറേ പിന്നെ ഈ കല്യാണത്തിന് എന്തെങ്കിലും കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. കല്യാണം നാടറിഞ്ഞിട്ടുള്ള കല്യാണം ആയിരുന്നല്ലോ. വിളിക്കാത്ത ഒരുപാട് പേര് വന്ന് തിന്നിട്ട് പോയി സാറേ. അതിൻ്റെ ചിലവ് നഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇയാളെ സ്വഭാവം അനുസരിച്ച് ഡൗറി ചോദിച്ചു മേടിക്കേണ്ടതാണല്ലോ. ഡൗറി ഒന്നും കിട്ടിയില്ലേ? ഡൗറിയൊക്കെ കാര്യം പെണ്ണിനെ മാത്രം ചോദിച്ചു, പെണ്ണ് മാത്രം കിട്ടി സാറേ. ഡൗറി ഒന്നും നമ്മൾ അതിനെതിരാണ്. നമ്മൾ എനിക്കൊന്നും വേണ്ട സാറേ, എനിക്കൊന്നും വേണ്ട. ആരും പറഞ്ഞു സ്ത്രീധനം വാങ്ങിച്ചതെന്ന്? അച്ഛൻ ചോദിച്ച് വാങ്ങിച്ചതാ. അച്ഛൻ 40 ലക്ഷമാണ് സാറേ ചോദിച്ചത്. പക്ഷെ 30 ലക്ഷം കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് എൻ്റെ അച്ഛൻ. അതുപോലെ ഈ അച്ഛൻ. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ കെട്ടുതാലി ഉൾപ്പെടെയുള്ള കുറേ സ്വർണം 10 ലക്ഷം രൂപ ആക്കി അച്ഛൻ്റെ അക്കൗണ്ടിലോട്ട് മൊത്തത്തിൽ 40 ലക്ഷം രൂപ അടച്ചും കൊടുത്തു. പുറത്ത് കിടക്കുന്ന ഇന്നോവ ക്രിസ്റ്റ കാർ വേണമെന്നും പറഞ്ഞിട്ട് അതും വാങ്ങിച്ചു. ഞങ്ങൾ സ്വിഫ്റ്റാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പുള്ളിക്കാരൻ ഇന്നോവ ക്രിസ്റ്റ തന്നെ വേണം. അച്ഛൻ എന്താ അച്ഛൻ അടയ്ക്കുന്നത്? ബാങ്കിൽ അടയ്ക്കണം ഒരുപാട് ലോണെന്ന് പറഞ്ഞിട്ടാണല്ലോ എണ്ണി പറക്കി എൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചത്. എന്താ അച്ഛാ അങ്ങനെ പറ്റിക്കാൻ പാടുണ്ടോ? തന്തേ മോനും കൂടെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഒന്നുമില്ല സാറേ, ഇവിടെ നിഷ്കളങ്ക ഇവള് ഇങ്ങനെ പൊട്ടിയായിട്ട് നിനക്ക് എവിടുന്ന് കിട്ടടാ ഈ സാധനത്തിന്? ഇനി 6 മനുഷ്യൻ വേറൊന്നും ബാക്കിയില്ല. വാങ്ങിച്ചതോ വാങ്ങിച്ചു. ഈ പേരിൽ ഷേക്സ്പിയറെ പറ്റിക്കാൻ നോക്കണ്ട. എന്തുവാ എന്തോ പേര് പറഞ്ഞേ? ഈ ഷേക്സ്പിയറെ പറ്റിക്കാൻ നോക്കണ്ടെന്ന്. ഷേക്സ്പിയറോ? എടാ നിനക്ക് എന്തോ ധൈര്യം ഉണ്ടടാ എന്റെ കോഴിമോളെ കൊണ്ട്, എന്റെ മോളെ കൊണ്ടുപോവാന്? നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാം. അമ്മ എനിക്ക് വിശക്കുന്നു. ആ നീ വന്നല്ലോ. നീ അവനെ മുന്നേ പറഞ്ഞു വിട്ടിട്ട് നീ പുറമേന് വന്നിരിക്കുവന്നോ? എടി എന്നെ അവരെന്തിനടിച്ചേ? എന്നെ എന്തിനടിച്ചേ? എനിക്കറിഞ്ഞൂടാ. ചിലപ്പോൾ പൈസ തരാതിരിക്കാനായിരിക്കും. പൈസ വേണമെങ്കിൽ പോയി ചോദിച്ചോ. എന്നെ എന്തിനടിച്ചേ? എന്നെ എന്തിനടിച്ചേ? ഉത്സവം പറഞ്ഞോ? ഇവിടെ പൊരിഞ്ഞടി നടക്കുവാ. എന്തിനാ വന്നേ? 40,000 രൂപയുടെ കാര്യം പറയാനായിരുന്നു. ആ ഇപ്പൊ ചോദിക്കാൻ പറ്റിയ അവസരമാ. ഇപ്പൊ ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടും. ആണോ? എടാ എന്റെ പൈസ ആടാ ചോര കണ്ട് അറപ്പ് മാറിയതാ. നീ മേടിയതാ. ഞാൻ